മിന്റ് കൂളർ തയ്യാറാക്കാൻ വേണ്ടിയിട്ട് നമുക്ക് മെയിൻ ആയിട്ട് വേണ്ടത് പുതിനയില തന്നെയാണ്. ഞാനിപ്പോൾ കുറച്ച് പുതിനയില എടുത്തിട്ടുണ്ട്, അതുപോലെ തന്നെ ഒരു നാരങ്ങ എടുത്തിട്ടുണ്ട്. അപ്പോൾ ഇത് രണ്ടും പിന്നെ കുറച്ച് ഇൻഗ്രീഡിയൻസും കൂടെ ചേർത്തിട്ട് നമുക്ക് മിക്സിയിൽ നല്ലതുപോലെ ഒന്ന് അടിച്ചെടുക്കണം. എന്നാൽ ശരി, നമുക്കിത് മിക്സിയിൽ നല്ലതുപോലെ ഒന്ന് അടിച്ചെടുക്കാം. അപ്പോൾ നമുക്ക് മിക്സിയുടെ ജാറിലേക്ക് ഇനി പുതിനയില ചേർത്ത് കൊടുക്കാം. പിന്നെ നമ്മൾ മാറ്റി വെച്ചിരുന്ന ലെമൺ ജ്യൂസ് കൂടി ചേർക്കുകയാണ്. ഇനി നമ്മൾ ഇതിലേക്ക് ചേർക്കുന്നത് കുറച്ച് ഐസ് ക്യൂബ്സ് ആണ്. അപ്പോൾ ഈ പുതിനയില നല്ലതുപോലെ ഒന്ന് അരിഞ്ഞിട്ട് കിട്ടാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഈ ഐസ് ക്യൂബ്സ് ചേർക്കുന്നത്. കൂടെ തന്നെ ചെറിയൊരു പീസ് ഇഞ്ചി കൂടി ചേർക്കുകയാണ്. 1/4 ടീസ്പൂൺ അളവിൽ ഉപ്പ് കൂടി ചേർക്കാം. പിന്നെ വേണ്ടത് ആവശ്യത്തിനുള്ള മധുരമാണ്. മധുരമൊക്കെ നമ്മുടെ ഇഷ്ടത്തിനനുസരിച്ചിട്ട് ചേർത്താൽ മതിയാവും. ഇനി നമ്മളിത് നല്ലതുപോലെ ഒന്ന് അടിച്ചെടുക്കണം. അപ്പോൾ അതിന് ആവശ്യമായിട്ട് കുറച്ച് വെള്ളം വേണമെന്നുണ്ടെങ്കിൽ വെള്ളം ഒഴിച്ചു കൊടുക്കാം. ഞാനിപ്പോൾ ഒരു 1/2 ഗ്ലാസ് അളവിൽ വെള്ളം ഒഴിച്ചു കൊടുക്കുകയാണ്. എന്നാൽ ശരി, ഞാനിത് നല്ലതുപോലെ ഒന്ന് ജ്യൂസ് ആക്കിയിട്ട് വരാം. ഇതിപ്പോൾ ഞാൻ മിക്സിയുടെ ജാറിൽ നല്ലതുപോലെ അരച്ചെടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതൊരു വേറൊരു ബൗളിലേക്ക് അരിച്ച് മാറ്റാം. നമ്മുടെ ജ്യൂസ് ഇപ്പോൾ നല്ല പച്ച കളറിൽ റെഡി ആയിട്ട് വന്നിട്ടുണ്ട്. ഇനി നമുക്കിത് സെർവ് ചെയ്യുന്ന ടൈമാണ്. എന്നാൽ ശരി, ഇത് സെർവ് ചെയ്യാം. നമ്മളിപ്പോൾ ഏത് ഗ്ലാസ്സിലേക്കാണോ സെർവ് ചെയ്യണത്, അപ്പോൾ അതിന് മുമ്പായിട്ട് ഒരു നാരങ്ങ വെച്ചിട്ട് ആ കോർണറിൽ ഫുള്ള് ഒന്ന് റൗണ്ട് ചെയ്ത ശേഷം പഞ്ചസാരയിൽ ഡിപ്പ് ചെയ്ത് എടുക്കുമ്പോഴത്തേക്കും ഇപ്പോൾ ചെറിയൊരു ഡിസൈൻ നമുക്ക് കിട്ടും. ഇനി നമുക്കിതിലേക്ക് ജ്യൂസ് ഒഴിച്ചു കൊടുക്കാം. അപ്പോൾ നമ്മൾ ഏത് ഗ്ലാസ്സിലേക്കാണോ സെർവ് ചെയ്യണത് അതിന്റെ പകുതി അളവിൽ മാത്രമേ നമ്മൾ ജ്യൂസ് ഒഴിച്ചു കൊടുക്കാൻ പാടുള്ളൂ. ഇനി നമുക്കിതിലേക്ക് ഐസ് വാട്ടറോ അല്ലാന്നുണ്ടെങ്കിൽ പ്ലെയിൻ സോഡയോ ചേർക്കാം. ഞാനിപ്പോൾ പ്ലെയിൻ സോഡയാണ് ചേർക്കുന്നത്. ഇത്രയേ ഉള്ളൂ, നമ്മുടെ ചില്ലെന്നുള്ള റിഫ്രഷ്മെന്റ് ആയിട്ടുള്ള മിന്റ് ജ്യൂസ് റെഡി ആയിട്ടുണ്ട്. അപ്പോൾ ഉറപ്പായിട്ട് നിങ്ങളിത് തയ്യാറാക്കി നോക്കണം. നിങ്ങൾക്ക്